കാലടിയിൽ കലയുടെ പൂരമൊരുങ്ങുന്നു. 4ാമത് അന്തർദേശീയ സ്ത്രീശങ്കര നൃത്ത സംഗീതോത്സവം മെയ് 16 മുതൽ 21 വരെ കൈപ്പട്ടൂർ ബോസ്കോ ഹാളിൽ വെച്ച് നടക്കും. മെയ് 16-ാം തീയതി MP ബെന്നി ബെഹന്നാൻ നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിവൽ ചെയർമാൻ KT സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ലോകപ്രശസ്തർ ഉൾപ്പെടെ 600ഓളം കലാകാരന്മാർ മഹോത്സവത്തിന്റെ ഭാഗമാവുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീശങ്കര ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ 2026 നിങ്ങളിലൂടെ രാജ്യാന്തരങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു മുഖ്യ പരിപാടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയരാജ്, ഈ പരിപാടിയുടെ ചീഫ് ഓവർസീസ് കോർഡിനേറ്ററാണ്. 2 വർഷത്തിൽ ഒരിക്കലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതിചിട്ടയായിട്ട് നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഓരോ വർഷവും ഒന്നിലൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ഈ പരിപാടി നടത്തുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുന്നു. ഞങ്ങൾക്ക് ആകെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അപേക്ഷ, ഒരു നിർദ്ദേശം, ഈ രാജ്യാന്തര നൃത്ത സംഗീത ഉത്സവം രാജ്യാന്തര തലത്തിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ. നിരവധി കലാകാരന്മാരെ ഒരു വേദിയിൽ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ബൃഹത്തായ പരിപാടിയാണ് ഈ നൃത്തോത്സവം. 4ാമത് അന്തർദേശീയ ശ്രീശങ്കര നൃത്ത സംഗീതോത്സവത്തിന് അദ്വൈത ഭൂമിയായ കാലടി ഒരുങ്ങിക്കഴിഞ്ഞു. മെയ് 16 മുതൽ 21 വരെയാണ് ഫെസ്റ്റിവൽ. ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് 1993 പ്രവർത്തനം ആരംഭിച്ചു. ഈ മെയ് മാസം 21-ന്, അതായത് ഫെസ്റ്റിവലിന്റെ അവസാന ദിവസം, 33 വർഷം തികയുന്ന ഒരു ഡാൻസ് പ്രസ്ഥാനമാണ്. ലളിതകലാ അക്കാദമിയുടെ അംഗീകാരമുള്ള സ്കൂളാണ്. അദ്വൈത ഭൂമിയായ കാലടിയെ കലകളിലൂടെയും, അല്ലാതെ തന്നെ ലോകം മുഴുവൻ എത്തിയിട്ടുള്ളതാണ് കാലടിയുടെ മഹിമയും പൗത്രതയും എല്ലാം തന്നെ. പക്ഷേ SSDയുടെ ലക്ഷ്യം അദ്വൈത ഭൂമിയായ കാലടിയെ കലകളിലൂടെ ലോക പ്രസിദ്ധമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് 2003 ശ്രീശങ്കര നൃത്ത സംഗീത ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ഫെസ്റ്റിവൽ 23 വർഷം പിന്നിട്ടിരിക്കുന്നു. ഫെസ്റ്റിവലിന്റെ സിൽവർ ജൂബിലി നമുക്കെല്ലാവർക്കും കൂടി 2028 ആഘോഷിക്കാം. ആ ശുഭപ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴാണ് ഈ ഇന്റർനാഷണൽ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുന്നത്. ഫെസ്റ്റിവലിൽ 3 വിഭാഗം കലാകാരികളാണ് പങ്കെടുക്കുന്നത്. ഒന്ന്, SSDയിലെ ജൂനിയർ, സീനിയർ കലാകാരികൾ. ഈ വർഷം 550 കലാകാരികൾ ആ നിലയിൽ പങ്കെടുക്കും. ലോക പ്രസിദ്ധി നേടിയിട്ടുള്ള, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന യുവ നർത്തകന്മാരെയും നർത്തകികളെയും പങ്കെടുപ്പിക്കും. 3ാമത്, ലോക പ്രശസ്തരായിട്ടുള്ള സീനിയർ കലാകാരികൾ. ഈ കലാകാരികളെല്ലാം ആദ്യമായി ഞങ്ങളിലേക്ക് എത്തുന്നത്, ഞങ്ങൾ അവരുടെ എൻട്രികൾ ക്ഷണിക്കും. ആ എൻട്രികൾ, അവരുടെ പെർഫോമൻസ് വീഡിയോകൾ വിലയിരുത്തി ഒരു ടെക്നിക്കൽ കമ്മിറ്റി അതിൻ്റെ പെർഫോമൻസ് പെർഫെക്ഷൻ തീരുമാനിച്ചതിന് ശേഷമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയിലൂടെ ഏറ്റവും ഉന്നതരായ നൃത്ത സംഗീത പ്രതിഭകളെയാണ് ഈ വേദികളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.
SSDയുടെ നേതൃത്വത്തിൽ സ്കൂൾ PTA, ഇത് PTA ചെയർമാനാണ്, ഇവരെല്ലാവരും തന്നെ PTA അംഗങ്ങളാണ്. അവരാണ് ഈ പരിപാടിയുടെ മുഴുവൻ കാര്യങ്ങളും നേരിട്ട് നടത്തുന്നത്. ചീഫ് പ്രൊമോട്ടറായ പ്രൊഫസർ പീതാംബരനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ സൂത്രധാരകൻ. ഇതിനോടൊപ്പം ലോക പ്രശസ്തരായ നിരവധി കലാകാരികളെയും കലാകാരന്മാരെയും കാലടിയിൽ എത്തിച്ച് അവരുടെ നൃത്ത മികവ് നമുക്കായി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 2 വിദേശ നൃത്തങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. ഈ പ്രാവശ്യം അത് ഞങ്ങൾ 3 നൃത്തരൂപങ്ങളായി അവതരിപ്പിക്കുകയാണ്. 1 തൈവാനിൽ നിന്നുള്ള ഡാൻസ്, 2 നേപ്പാളി ഡാൻസ്, 3 ശ്രീലങ്കൻ ഡാൻസ്. ഈ വർഷം പരിചയപ്പെടുത്തുന്ന മറ്റൊരു നൃത്തരൂപമാണ് പേരണി നൃത്തം. പേരണി ഡാൻസിന്റെ പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു പോട്ട് അല്ലെങ്കിൽ മൺകലത്തിന്റെ മുകളില് ഈ കലാകാരികൾ കയറി നിന്നുകൊണ്ട് ഈ നർത്തകിമാർ അവരുടെ നടന മികവിന്റെ ഭാഗമായി അവരുടെ നിതാന്ത പരിശ്രമത്തിന്റെ അല്ലെങ്കിൽ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി കാലുകൾ തലയിൽ സ്പർശിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തുന്നു. അതൊരു അത്ഭുതമായ നൃത്തരൂപമാണ്. ഭരതനാട്യത്തിന്റെ ശൈലിയിലാണ് ഈ അവതരണം. ഈ വർഷത്തിലെ പേരണി ഡാൻസിൽ 2 ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ പേരണി എന്ന നൃത്തരൂപമുണ്ട്. പേരണിയും പേരണിയും വ്യത്യാസമുണ്ട്. പേരണി എന്ന നൃത്തരൂപത്തിന് യുദ്ധത്തിന് പോകുന്ന ധീരന്മാർക്ക് ആശംസകളും വിജയവും ആശംസിക്കുന്ന നൃത്തരൂപമാണ്. AP-യിലെ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രസിദ്ധമായ നൃത്തരൂപമാണ് അത്. ഈ വർഷം അവതരിപ്പിക്കുന്ന മറ്റൊരു സവിശേഷമായ നൃത്ത രൂപമാണ് തൈവാനിൽ നിന്നുള്ള ഫുലാൻ ഡാൻസ്. ഫുലാൻ ഡാൻസ് പ്രധാനമായിട്ട് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ആ നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും പ്രകടമാക്കുന്ന ഒന്നാണ്. അത് അവതരിപ്പിക്കുന്നത് 70 വയസ്സുള്ള ഒരു കലാകാരിയാണ്. ആ കലാകാരിയുടെ മകൾ കേരളത്തിൽ വന്ന് കേരള കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടം പഠിക്കുകയും ഈ സ്റ്റൈലിൽ അവർ 2 പേരും ചേർന്ന് ഫുലാൻ ഡാൻസിന്റെയും മോഹിനിയാട്ടത്തിന്റെയും ഒരു ജുഗൽബന്ദി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഫെസ്റ്റിവലിന്റെ മുന്നോടിയായി നടത്തുന്ന കർട്ടൻ റൈസർ അഥവാ തിരനോട്ടം പരിപാടിയിൽ വ്യത്യസ്തമായ ഒരു നൃത്താവിഷ്കാരമാണ് പ്രശസ്ത യുവ നർത്തകി രേഷ്മ യുവരാജ് അവതരിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രേങ്കിണി നൃത്തം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് അറിവുണ്ടാകും. പ്രങ്കിണി നൃത്തം ഒരു ബോർഡില് അരിപ്പൊടി വിതറിയ ശേഷം ഈ കലാകാരി നൃത്തം ചെയ്യുകയും നൃത്താവസാനം ദേവിയുടെ രൂപമായ സിംഹ നന്ദിനിയുടെ ചിത്രം രൂപപ്പെടുത്തുകയും അല്ലെങ്കിൽ തെളിയിക്കുകയും അത് നൃത്ത ആസ്വാദകരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അതിവിസ്മയകരമായ ഒരു ഡാൻസാണ്. ഈ കലാകാരി നൃത്തരംഗത്ത് നിരവധി അമൂല്യമായ സംഭാവന ചെയ്തിട്ടുണ്ട്. അധികം ആദ്യത്തെ ആരും അറിയപ്പെടാത്ത സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കുയിലിയുടെ ഹ്രസ്വ ജീവചരിത്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ജയിലിൽ കഴിഞ്ഞപ്പോൾ മകൾക്കയച്ച കത്തുകൾ, കുമാരനാശാന്റെ കവിതകൾ എന്നിവ നൃത്താവിഷ്കാരം നടത്തിയിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ഈ നർത്തകി. ഫെസ്റ്റിവലിന്റെ മറ്റൊരു സവിശേഷത SSDയുടെ
3 മെഗാ പരിപാടികളാണ്. അതിൽ ആദ്യത്തേത് ശങ്കരം ലോകശങ്കരം, ആദിശങ്കരന്റെ ജീവിതവും ദർശനവും സന്ദേശവും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ നൃത്ത പരിപാടിയാണ്. അത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഈ രാജ്യാന്തര നൃത്ത വേദിയിൽ 20 ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിന്റെ പ്രഗത്ഭരായ നർത്തകിമാർ ചേർന്ന് അവതരിപ്പിക്കുന്നു. ഇതൊരു അസുലഭ അവസരമാണ് നൃത്ത പ്രേമികൾക്ക്. ഈ മെഗാ ഗ്രൂപ്പിനങ്ങൾ ചേർന്നതാണ് ഈ ഫെസ്റ്റിവലിന്റെ മറ്റൊരു 2 മെഗാ ഗ്രൂപ്പിനങ്ങൾ കൂടി ചേർന്നതാണ് ഈ ഫെസ്റ്റിവലിന്റെ മറ്റൊരു സവിശേഷത. 8 പേർ അടങ്ങുന്ന ശ്രീലങ്കൻ നൃത്ത സംഘം. ആ സംഘം വരുന്നത് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പെർഫോമിംഗ് ആർട്സ് വിഭാഗത്തിൽ നിന്നുമാണ്. മറ്റൊന്ന് ഡോക്ടർ ലക്ഷ്മി രാമസ്വാമിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘം ഭരതനാട്യം അവതരിപ്പിക്കുന്നു. പുതുമയുള്ള പല ഭരതനാട്യ ഇനങ്ങളും അവർ അവതരിപ്പിക്കുന്നു. അടുത്തത് നേപ്പാളീസ് ഡാൻസ് ആണ്. നേപ്പാളിലെ വിവിധങ്ങളായ തനത് കലാരൂപങ്ങളുണ്ട്. അതെല്ലാം ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടും. രംഗത്ത് അവതരിപ്പിക്കുന്നത് നേപ്പാളിൽ നിന്നുമുള്ള പ്രമീള ശ്രേഷ്ഠ രഘുബാൻസിയാണ്. ഈ നർത്തകി പ്രത്യേകമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് വരികയാണ്. മറ്റൊരു സവിശേഷത, ഇന്ത്യയിൽ നിന്ന് വളർന്നു വരുന്ന ഏറ്റവും പ്രശസ്തനായ യുവ നർത്തകനായ ആനന്ദ് CS-ന്റെ പരിപാടിയാണ്. അതുപോലെ ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ കയറിയിട്ടുള്ള അരുണ രേഖ വാരണാസി, അവർ ബോംബെയിൽ നിന്നുള്ള നർത്തകിയാണ്. അവരും നൃത്ത പരിപാടി അവതരിപ്പിക്കുന്നു. 2 മോഹിനിയാട്ട നൃത്ത പരിപാടി പ്രത്യേകമായി അവതരിപ്പിക്കുന്നു. ഒന്ന് ബാംഗ്ലൂരിലെ അലയൻസ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള കലാമണ്ഡലം അഖില കൃഷ്ണൻ, കൂടാതെ മുംബൈയിൽ നിന്നുള്ള മഹാലക്ഷ്മി ആനന്ദിന്റെ മോഹിനിയാട്ടം. ഫെസ്റ്റിവലിന്റെ മറ്റൊരു സവിശേഷത, കൾച്ചറൽ അംബാസഡേഴ്സായി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് പദവി നൽകി ബഹുമാനിച്ച 4 യുവ നർത്തകിമാരായ അഖില സലീം കുച്ചിപ്പുടിയും, നിരഞ്ജന മേനോൻ, രേഷ്മ PV, ഭാവന ഉണ്ണികൃഷ്ണൻ എന്നിവർ ഭരതനാട്യവും അവതരിപ്പിക്കുന്നു. SSDയിലെ വിദ്യാർത്ഥികളായ ശ്രീലക്ഷ്മി ജി, സ്കൂൾ അധ്യാപികയായ ഷിംന ടീച്ചർ എന്നിവർ സോളോ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കും. കൂടാതെ ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിലെ സീനിയർ കലാകാരികൾ ഡുവറ്റ് അല്ലെങ്കിൽ യുഗ്മ നൃത്ത രൂപങ്ങളും അവതരിപ്പിക്കും. മറ്റൊരു പ്രത്യേകത, ലോക പ്രശസ്തയായ കഥക് കലാകാരി അനുരാധ സിംഗിന്റെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കഥക് നൃത്തമാണ്. അവർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സോളോ നർത്തകിയാണ്. ഇന്റർനാഷണൽ കൾച്ചറൽ റിലേഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു നർത്തകി കൂടിയാണ് ഈ അനുരാധ സിംഗ്. 3 യുവ നർത്തകിമാരായ പന്നഗ റാവു, ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ ഭാനുപ്രിയ രാകേഷ്, കൊൽക്കത്തയിൽ നിന്നുള്ള ദീപിക സിൻഹ എന്നിവരും നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നു. കുവൈറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ കേരളീയ നൃത്തരൂപമായ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രശംസയും ശ്രദ്ധയും നേടിയ അമ്പിളി രജീഷിന്റെ നൃത്ത പരിപാടി ഒരു വേറിട്ട ഇനം തന്നെയായിരിക്കും. ഇത്രയും കലാകാരികളെ കുറിച്ചാണ് എനിക്ക് ചീഫ് ഓവർസീസ് കോർഡിനേറ്റർ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഫെസ്റ്റിവൽ ചെയർമാനാണ്. എൻ്റെ പേര് KT സലീം. 4ാമത് അന്തർദേശീയ നൃത്ത സംഗീതോത്സവം, ശ്രീശങ്കര നൃത്ത സംഗീതോത്സവം അദ്വൈത ഭൂമിയായ കാലടിയിൽ മെയ് 16 മുതൽ 21 വരെ നടക്കും. കാലടിക്ക് സമീപമുള്ള കൈപ്പട്ടൂർ പള്ളിയുടെ ബോസ്കോ എന്ന ഓഡിറ്റോറിയത്തിലാണ് അത് നടക്കുന്നത്. ലോക പ്രശസ്തർ ഉൾപ്പെടെ 600ഓളം കലാകാരികൾ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. 16-ാം തീയതി
വൈകിട്ട് 4 മണിക്ക് MP ബെന്നി ബേഗനാൻ അവറുകളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഫെസ്റ്റിവൽ ചെയർമാൻ KT സലീം അധ്യക്ഷത വഹിക്കും. ഇന്റർനാഷണൽ ശ്രീശങ്കര ബിസാസ് അവാർഡ് ശശിധരൻ ശ്രീധരൻ മേനോൻ MLA റോജി എം ജോൺ സമ്മാനിക്കും. 11 ദൂരദർശൻ കലാകാരികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഈ അവസരത്തിൽ നടക്കും. മെഗാ കലാപരിപാടിയായ ശങ്കരൻ ലോകശങ്കരം 25 വർഷം പൂർത്തിയായതിന്റെ ഭാഗമായി 25ഓളം കലാകാരികളെ അവതരിപ്പിക്കുന്ന ചടങ്ങും ഈ അവസരത്തിൽ നടക്കുന്നു. ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞതാണ് ഈ ഫെസ്റ്റിവൽ. കാലടിയെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ കാലടിയെ ക്ലാസിക് കലകളുടെ വലിയ കേന്ദ്രമായി മാറ്റുക. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മെഗാ അന്തർദേശീയ നൃത്ത സംഗീതോത്സവം കാലടിയെ വലിയൊരു മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പരിപാവനമായ കാലടി അറിയപ്പെടുന്നതും ശങ്കരാചാര്യരുടെ പേരുകൊണ്ടാണെങ്കിലും ക്ലാസിക് കലകളുടെ ഈ വലിയ കലാകേന്ദ്രം കാലടിയെ മറ്റൊരു വലിയ മഹോത്സവത്തിന് ഓരോ 2 വർഷം കൂടുമ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന മെഗാ ലക്ഷ്യവും ഇതിന്റെ പിറകിലുണ്ട്. അതിനൊരു മെഗസ് പരിപാടി തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 4 കുട്ടികൾ അവരെ ഈ അവസരത്തിൽ നമ്മുടെ ഈ വലിയ ഫെസ്റ്റിവലിൽ നൃത്തം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന വ്യക്തികൾക്ക് വളരെ മനോഹരമായ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നുണ്ട്. ഈ ഓഡിറ്റോറിയം തന്നെ ഏകദേശം 2000 പേർക്ക് ഇരിക്കാവുന്ന വലിയ സജ്ജീകരണങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. 300ഓളം വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന ഒരു സജ്ജീകരണവും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന കലാകാരികൾക്ക് 2 സ്ഥലത്താണ് നമ്മൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് പടക്കാട് ഗ്രൂപ്പിന്റെ വലിയൊരു റിസോർട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അങ്കമാലിയിലെ രുക്മിണി ഹോട്ടലിലും ഈ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികള് കളിക്കുന്ന കുട്ടികൾക്ക് സ്നാക്സും ഭക്ഷണവും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു ഫുഡ് കോർട്ടും നമ്മൾ ഒരുക്കിയിരിക്കുന്നു. ചെറിയ തോതിലുള്ള പൈസ കൊടുത്ത് നമ്മുടെ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഭക്ഷണം കഴിക്കാവുന്ന സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുക മാത്രമല്ല, അവിടെ നല്ല രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഏകദേശം 18ഓളം കേന്ദ്രങ്ങളുള്ള ഈ കലാകേന്ദ്രത്തില് 900ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരോ പല കലാകേന്ദ്രത്തിലായിട്ട് നല്ല രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഡാൻസ് സ്കൂള് അന്തർദേശീയ തലത്തിലേക്ക് ഉയരുക മാത്രമല്ല, അമ്മമാരുടെ വലിയൊരു ബാച്ചും അവിടെ തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഠിക്കാൻ അവസരം നിഷേധിച്ച പല അമ്മമാരും 100ഓളം അമ്മമാരുടെ ബാച്ചുകൾ അവിടെ പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവർ പലരും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു. ലാഭേച്ഛയില്ലാതെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ശ്രീശങ്കര ഡാൻസ് സ്കൂൾ. ചെയർമാൻ പറഞ്ഞ പോലെ ഏകദേശം 900 കുട്ടികൾ നൃത്ത അഭ്യസനം നടത്തുന്ന ഈ സ്കൂള് സാമാന്യ ജനങ്ങൾക്ക് വലിയ ചെലവില്ലാതെ കലയുടെ ലോകത്ത് പ്രവേശിക്കാൻ വേണ്ടി പാകപ്പെടുത്തിയിട്ടുള്ള വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ പാകപ്പെടുത്തിയിട്ടുള്ള വിദ്യാലയം. ബാക്കിയുള്ള പ്രധാന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളവിടെ 6 ദിവസം അതിവിഭവ സമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ സദ്യയുടെ കുറിച്ചും അവിടെ നടക്കുന്ന കലാപ്രവർത്തനങ്ങളുടെ മികവിനെ കുറിച്ചെല്ലാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എത്തിക്കേണ്ട ഒരു ദിവസം ഏകദേശം ഒരു 100ഓളം കുട്ടികൾ നമ്മൾ മുഖത്ത് ചമയം അണിയുന്നുണ്ട്. ഒരു ദിവസം തന്നെ 16 മേക്കപ്പ് കലാകാരന്മാരാണ് അവർക്ക് ചമയം ഒരുക്കുന്നത്. കൂടാതെ പുറത്തുനിന്ന് വരുന്ന ആർട്ടിസ്റ്റിന് നമ്മൾ പുറത്ത് തന്നെ നമ്മൾ അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്ന അവിടെ തന്നെയാണ് മേക്കപ്പിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. മേക്കപ്പിന് മാത്രമായിട്ട് നമ്മളൊരു ഹോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 300ഓളം കുട്ടികളെ ഒരുമിച്ചിരുത്തി നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സജ്ജീകരണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഈ പ്രോഗ്രാം നടക്കുന്ന ഹോൾ കൂടാതെയാണ് നമ്മൾ ഇത്രയും വലിയൊരു അറേഞ്ച്മെന്റ്സ് നടത്തിയിരിക്കുന്നത്. എല്ലാ 2 ഷെഡ്യൂളുകളിലായിട്ടാണ് മേക്കപ്പ് നടക്കുന്നത്. രാവിലെ 11 മണിക്ക് ഒരു ഷെഡ്യൂൾ മേക്കപ്പും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അടുത്ത മേക്കപ്പും, അങ്ങനെ 2 സെക്ഷൻ പ്രോഗ്രാമാണ് നടക്കുന്നത്. കാലടി എന്ന കൊച്ചു ഗ്രാമത്തെ കലയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസും PTA സംയുക്തമായി നടത്തുന്ന ഒരു വലിയൊരു നൃത്തോത്സവമാണ് മെയ് 16 മുതൽ 21 വരെ നടക്കുന്നത്.
ഏകദേശം 550 കലാകാരികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഏകദേശം 185 കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട്. ബാക്കി സീനിയറായ കുട്ടികളുടെ കലാപരിപാടി നൃത്തവും നടക്കുന്നുണ്ട്. ഏകദേശം 20-ന് മുകളിൽ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി നിന്നുള്ള 20-26ഓളം കലാകാരികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവരെ സ്വീകരിക്കുന്ന ഒരു റിസപ്ഷൻ നടത്തുന്ന ഒരു ഉത്തരവാദിത്തമാണ് എൻ്റെ. രാജ്യാന്തര സംഗീത നൃത്ത പരിപാടിയോടൊപ്പം തന്നെ ബ്രിട്ടനിലുള്ള കലാസംഘം ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു സംഘവുമായി ധാരണാപത്രം ഒപ്പിടുകയാണ്. നമ്മുടെ കലകള് കഴിയുന്നത്ര വിദേശത്ത് എത്തിക്കുന്നതിനും അവിടുത്തെ കലാ ആസ്വാദകരെയും കലാ പ്രേമികളെയും നമ്മുടെ വേദികളിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ നമ്മുടെ നാട്യ വിസ്മയങ്ങൾ അറിയിക്കുന്നതിനും കൂടി ഉള്ള ഒരു പരിപാടിയാണ്.